Hi traders, welcome back another trade breakdown video. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെനസ്ഡേ നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ട്രേഡ്സിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഒത്തിരി എൻട്രീസ് ആണ് നോക്കിയിട്ടുണ്ട്, എക്സ്പെഷ്യലി ജി ബി പി യു എസ് ടി, എൻ എസ് ഡി യു എസ് ടി, യൂറോ ജെ പി വൈ, അതുപോലെ തന്നെ ജി ബി പി ജെ പി വൈ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജി ബി പി യു എസ് ടി വേറെ ഉണ്ട്, ആൻഡ് നമ്മുടെ ഫേവറേറ്റ് പെയർ യൂറോ യു എസ് ടി. ടു ബി ഫ്രാങ്ക്, അന്നത്തെ ട്രേഡ്സ് എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ റിസ്ക് സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, എക്സെപ്റ്റ് എൻ എസ് ഡി യു എസ് ടി. പക്ഷേ എൻ എസ് ഡി യു എസ് ടിനകത്ത് ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഈ പറഞ്ഞ യൂറോ യു എസ് ടി ആണെങ്കിലും, അതുപോലെ ജി ബി പി യു എസ് ടി ആണെങ്കിലും, യൂറോ ജെ പി വൈ ആണെങ്കിലും, ജി ബി പി ജെ പി വൈ ആണെങ്കിലും, ഈ പെയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല റിസ്ക് സെറ്റപ്പ് ആയിരുന്നു. മെയിൻലി ജിയുവിനകത്ത് അന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു സെറ്റപ്പ് എന്ന് പറയുന്നത്. M13ന്റെ ബേസിലാണ് സെറ്റപ്പ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ പ്രൈസ് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ വി ഹാവ് ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ, സ്ട്രോങ് ക്യാം കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മളൊരു വീക്ക് എം നോക്കിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഫസ്റ്റ് വീക്ക് എമ്മിയുടെ ദെൻ ഈ ഒരു ഡിമാൻഡ് സോണിൽ വരുമ്പം എൻട്രി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ബാഡ് ലക്കാണോ എന്താ അറിയില്ല, ഡിമാൻഡ് സോണിൽ വന്നില്ല, പോസിമോയുടെ ക്യു എം എൽ ഐയിൽ വന്നില്ല. ബ്രേക്കപ്പ് ബ്ലോക്ക് ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും എൻട്രി എടുക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു. അപ്പോൾ ആക്ച്വലി അന്നത്തെ ഡേ ജി പി യു എസ് ടി നമുക്ക് ട്രേഡ് മിസ് ആവുകയാണ് ചെയ്തത്. തിരിച്ച് വീണ്ടും ഒരു എൻട്രി വന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ആയുള്ള ട്രേഡിംഗ് റേഞ്ച് ഓൾറെഡി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരു പോസിബിലിറ്റീസോ കാര്യങ്ങളോ നമുക്ക് അവിടെ എന്തുണ്ടായിരുന്നില്ല, നോക്കാണ്ടായിരുന്നില്ല. തിരിച്ച് പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോൾ ഐ തിങ്ക് 6:30 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് 6:30 PMനകത്ത് യൂറോ യു എസ് ടിനകത്ത് ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ ഞാൻ ഒരു സെഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റിനകത്തുള്ള അധിക പേരെയും ഇപ്പം അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ലണ്ടനാണ് അധികം ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്ലാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാൻസിനെ അല്ലെങ്കിൽ നമ്മളെ റൂൾസിനെ വയലേറ്റ് ചെയ്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ജി പി യു എസ് ടി എന്നത്തെയും പോലെ ഐ മീൻ ആ ഒരു ദിവസം എനിക്ക് എൻട്രി മിസ് ആവുക ചെയ്തത്. എനിക്കെന്നല്ല, നമ്മുടെ സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും എൻട്രി മിസ് ആവുക ചെയ്ത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എൻ എസ് ഡി യു എസ് ടിനകത്തായിരുന്നു. ഇതാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ സെറ്റപ്പിലായിരുന്നു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. വീക്ക്ലി ചാർട്സ് ആണ് ഇവിടെ കാണുന്നത്. പ്രൈസ് ഓൾറെഡി വീക്കിന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് താഴോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഈ ഒരു ഇതിനകത്ത് എൻട്രി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, ഇതിന്റെ ഡെയിലി ബേസിൽ പ്രൈസ് നമുക്കിവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് വിക്ക് വന്നിട്ടുണ്ട്. ശരിയാണ്, വീക്കിലാണ് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഡെയിലിയിൽ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെറിയൊരു ബുള്ളിഷ് മൊമെന്റെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡെയിലിന്റെ ഒരു അൺമിറ്റിഗേറ്റഡ് വിക്ക് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഹയർ ടൈം ഫ്രെയിം എൻട്രിക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് H4 ആണ്. സോ H4ന്റെ സെറ്റപ്പ് ഏകദേശം ഓൾമോസ്റ്റ് ഈ രീതിയിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓൾറെഡി പ്രൈസ് വീക്കിന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിലൊക്കെ ടാപ്പ് ചെയ്ത് പ്രൈസ് നല്ല അഗ്രസീവ് ആയിട്ട് താഴോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മൊമെന്റം സംടൈംസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഐ മീൻ ബയേഴ്സ് ഫെയിൽ ആവുന്നുണ്ട്. പക്ഷേ സെല്ലേഴ്സ് നല്ല അഗ്രസീവ് ആയിട്ട് വരുന്നുണ്ട്. അഗെയിൻ നിങ്ങൾ നോക്കൂ, ഈച്ച് ടൈം സെല്ലേഴ്സ് നല്ല പവർഫുൾ ആയിട്ട് താഴോട്ട് സെൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബയേഴ്സ് സ്ട്രഗിൾ ടു സൈഡിലേക്ക് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് പോസിബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കോസിമോയുടെ ലൈൻ, രണ്ടാമത്തത് നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. സോ പ്രീവിയസ്ലി ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ക്യൂനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ സെൽ സോൺസ് അല്ലെങ്കിൽ സെൽ കാനൽസ് ഒക്കെ വരുമ്പോൾ ഇത്തരം പി ഒസിൽ എൻട്രി എടുക്കുമ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് മാത്രം എൻട്രി നോക്കുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ഈ ഡിമാൻഡ് സോൺ ആണ്. പക്ഷെ നമുക്ക് അന്ന് ഈ ഒരു എൻ എസ് ഡി യു എസ് ടിനകത്ത് ഈ ഡിമാൻഡ് സോണിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊരു ദിവസമാണ് എൻ എസ് ഡി യു എസ് ടി ഈ കാണുന്ന ഡിമാൻഡ് സോണിൽ വരികയും അതിനുശേഷം പ്രൈസിന്റെ മൊമെന്റം അപ്സൈഡിലേക്ക് കാണിച്ചത്. ഞാൻ വരുന്ന വീഡിയോസിൽ അതിന്റെ ഫ്യൂച്ചർ വീഡിയോ ചെയ്യാം. പക്ഷേ ട്രേഡ്സ് എടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ അതിനകത്ത് ട്രേഡ്സോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായില്ല. പക്ഷേ സെറ്റപ്സ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് സെറ്റപ്പാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജി പി യു എസ് ടി M30യും എൻ എസ് ഡി യു എസ് ടിയും. ഇത് കൂടാതെ യൂറോ യു എസ് ടിനകത്ത് ഒരു ബൈ മോഡലും ബേസ്ഡ് ഓൺ കൗണ്ടർ ട്രെൻഡ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. നമ്മുടെ വൺ ഓഫ് ദി സ്റ്റുഡന്റ് ആയ സഫാൻ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ട്രേഡിനകത്താ തോന്നുന്നു അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫണ്ടഡ് അക്കൗണ്ട്, കോൺടാക്റ്റിന്റെ ഫണ്ടഡ് അക്കൗണ്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പാസ് ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ജസ്റ്റ് സെക്കൻഡ് ഞാൻ നോക്കട്ടെ. യാ, കോൺടാക്റ്റിന്റെ സ്റ്റെപ്പ് 2 മീൻസ് ഫേസ് 1 അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റപ്പിനകത്ത്. പേഴ്സണലി ആ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല. അന്ന് എടുത്ത ട്രേഡ്സ് ഞാൻ ആകെ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്, ജി ബി പി ജെ പി വൈനകത്തും യൂറോ ജെ പി വൈനകത്തും. ഈ ജി ബി പി ജെ പി വൈൻ്റെയും യൂറോ ജെ പി വൈൻ്റെയും ട്രേഡ്സ് എൻട്രി പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് നല്ലൊരു മൊമെന്റത്തോട് കൂടി അപ്സൈഡിലേക്ക് പോയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ആ ഒരു എൻട്രീസ് രണ്ടും ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു എൻട്രി ഇവിടെ നോക്കി എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബ്രേക്ക് ഡൗണിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഈ ജി ബി പി യു എസ് ഡിയുടെയും യൂറോ ജെ പി വൈൻ്റെയും സെറ്റപ്പ് പോസ്റ്റ് ചെയ്യുന്നത് സഫ്വാൻ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ജി പി ജെ പി വൈയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. M15ന്റെ ബേസിലാണ്.
അത്യാവശ്യം നല്ല റിസ്ക് സെറ്റപ്പ് ആണ്. അവൻ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻഡ് എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രൈസ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഈക്വൽ ലോ ഹണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. സ്ട്രോങ് ക്യൂം ദെൻ നമുക്കൊരു വീക്ക് ക്യൂമുള്ള പോസിബിലിറ്റി മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇവിടെ ഡിമാൻഡ് സോൺ ഉണ്ട്. ഈ ഡിമാൻഡ് സോണിന് വേണ്ടി പ്രൈസ് ഒരു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ റിലേറ്റീവ് ഈക്വൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തിരിച്ച് പ്രൈസ് അവിടെ വരും. ദെൻ ഒരു അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം തരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും റിസ്ക് എൻട്രി ആയിരുന്നു. സെറ്റപ്പ് അത്ര ക്ലീൻ അല്ലായിരുന്നു. ഇതേപോലത്തെ സെറ്റപ്പ് തന്നെയാണ് യൂറോ JPY-നകത്തും ഉണ്ടായിരുന്നത്. രണ്ടും JPY പെയേഴ്സ് ആണ്. JPY ഇതായിരുന്നു. മുമ്പ് ഒരു പ്രീവിയസ്ലി ഒരു ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു. ദെൻ അതിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വിംഗില് പ്രൈസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് അപ്സൈഡിലേക്ക് സ്ട്രോങ് മൊമെന്റം തന്നിട്ടുണ്ട്. പ്ലസ് ഈ പോകുന്ന പോക്കിൽ പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ERL എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ലിക്വിഡിറ്റി ഹണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ദെൻ സ്ട്രോങ് ക്യൂം ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ കിട്ടി താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടേക്ക് എൻട്രി കിട്ടുന്നതിന് മുമ്പ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ബ്രേക്കപ്പ് ബ്ലോക്കിലായിരുന്നു പ്രൈസ് എന്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എൻട്രീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ട് ഇതായിരുന്നു ഇതിന്റെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിന്റെ പെർസ്പെക്റ്റീവ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ലോവർ ടൈം ഫ്രെയിമിൽ എന്തെല്ലാം എവിഡൻസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ബ്രേക്ക് ഡൗൺ അല്ല എക്സ്പ്ലനേഷൻ വീഡിയോനകത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ചെയ്യുന്ന വീഡിയോനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിനകത്തേക്ക് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള മെറ്റീരിയൽസ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള വീഡിയോസും അതുപോലെ ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മളിപ്പം ഒരു SMC കോഴ്സ് യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു 28 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. ദെൻ വരുന്ന എപ്പിസോഡ് അതിൽ ബാക്കിയുള്ള എപ്പിസോഡ്സ് എല്ലാം ആപ്പ് അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സ് ഞാൻ എന്ത് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഒരു കണ്ടന്റ് അത്യാവശ്യം നല്ല വർത്ത് ആയുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾ വേറെ ഏത് വെഞ്ചറിലും നിങ്ങളവിടെ ഒരു വലിയൊരു എമൗണ്ട് കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സ് ആണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വിത്തൗട്ട് എനി കോസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. സോ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ട്രേഡിംഗ് വീഡിയോസിന് അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ട്രേഡിംഗ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ആയുള്ള കണ്ടന്റ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാവും. അതുപോലെ തന്നെ ഒരു നമ്മുടെ നിങ്ങൾ ആരെങ്കിലും ഫണ്ടഡ് അക്കൗണ്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന് ഒരു $5,000 ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രൊമോഷന്റെ ഭാഗമാണ്. ആ ഒരു $5,000 ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ ബാഗ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിനകത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും ചെക്കൗട്ട് ചെയ്യാം. അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ഫുൾ പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിലേക്കുള്ള അഡ്മിഷൻസ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള എൻറോൾമെന്റ്സ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ജോയിൻ ചെയ്യാം. ഓഫ് കോഴ്സ് പെയ്ഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ചാർട്ട് സെറ്റപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള എൻട്രി മോഡിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാം എൻട്രി എടുക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല. സോ ഇത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ ഫ്രീ ഉണ്ട് പെയ്ഡ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ ഡെഫിനിറ്റ്ലി ഞാൻ പെയ്ഡ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഫ്രീ തന്നെ ചൂസ് ചെയ്യാം. ഫ്രീ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എലമെന്ററിലെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും ജസ്റ്റ് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് യൂറോ USDയുടെ 50 മിനിറ്റിന്റെ ബേസിലെ സെറ്റപ്പ് ആണ്. ഓൾറെഡി ഞാൻ ഈ ഒരു എൻട്രിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന കമ്പ്യൂട്ടറിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. സോ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾസോ എന്നോട് ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കൗണ്ടർ ട്രെൻഡ് ആണ്. ഐ മീൻ അഗെയിൻസ്റ്റ് ട്രെൻഡ് ആണ്. ബേസ്ഡ് ഓൺ M50. നിങ്ങൾ ജസ്റ്റ് ഒന്ന് M50ന്റെ ചാർട്ടിൽ M30 H1 ചാർട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രൈസ് ഓൾറെഡി നല്ലൊരു സ്ട്രോങ് സെല്ലാണ് മാർക്കറ്റിനകത്ത് എന്ത് ചെയ്യുന്നത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾസോ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം CPIയുടെ ന്യൂസിന്റെ സമയത്ത് വന്നൊരു മൊമെന്റ് ആണ് മാർക്കറ്റിനകത്ത്. അഗ്രസീവ് ആയിട്ടുള്ള സെല്ലായിരുന്നു മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ M50 എനിക്ക് ഓവറോൾ മാർക്കറ്റ് എന്താണ് ബെയറിഷ് ആണ്. പക്ഷേ
ഒരു റീസെന്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു കൗണ്ടർ ട്രെൻഡിന്റെ ബേസിൽ മാർക്കറ്റ് എന്താണ് ബുള്ളിഷ് ആണ്. സോ വൺസ് എനിക്ക് എന്റെ ഡയറക്ഷൻ മനസ്സിലായി. ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്തുള്ള എന്റെ പവർഫുൾ ആയിട്ടുള്ള ഏരിയാസ് കണ്ടെത്തണം. സോ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു പോസ്റ്റേജ് പോലെ തന്നെ ഇവിടെ എനിക്കൊരു പ്രൈസ് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തൊരു ഏരിയ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് പ്രൈസ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് സ്ട്രക്ചർ സംവെയർ ഓൺ ഹിയർ. സോ നമുക്ക് മാർക്കറ്റിനകത്ത് എന്ത് കിട്ടി? ഒരു ലിക്വിഡിറ്റി ഹണ്ട് പ്രൈസ് മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നിങ്ങൾ നോക്ക് ഇവിടെ നമുക്കൊരു ഏഷ്യ കൂടെ ഉണ്ടായിരുന്നു. സോ ഏഷ്യ മാർക്ക് ചെയ്യുന്ന സമയത്ത് 5:30 ആണ് നമ്മൾ വരുന്നത്. സോ 5:30 ഹിയർ. ദെൻ നമുക്ക് 11:30 ആണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ 5:30 11:30 ആണ് ഏഷ്യയുടെ ടൈം എന്ന് പറയുന്നത്. സോ ഞാൻ ഏഷ്യ എന്ത് ചെയ്തു? ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. സോ എനിക്ക് കൗണ്ടർ ട്രെൻഡ് ബേസിൽ മാർക്കറ്റ് എന്തായിരുന്നു? ബുള്ളിഷ് ആണ്. ആൻഡ് ഇതിനകത്ത് എനിക്ക് എന്ത് കൂടെ ഉണ്ട്? ഒരു ഏഷ്യയുടെ ബേസിലുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട്. സോ എനിക്ക് ഏഷ്യ നോക്കുന്ന സമയത്ത് ഏഷ്യന്റെ ലോ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഏഷ്യന്റെ ലോ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ വെച്ച് നോക്കിയാൽ മതി ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ട്രേഡ് കോസ്റ്റ് സ്ട്രക്ചർ വന്നിട്ട് തിരിച്ച് പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. ഏഷ്യയുടെ പിഒയിൽ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് തിരിച്ച് പോയിട്ടുണ്ട്. സോ ഏഷ്യയുടെ ബേസിലെ തിയറി നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ ഇത് ഞാനൊരു ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഏഷ്യ ഹൈ ആൻഡ് ലോ തിയറി എന്നൊരു കോൺസെപ്റ്റ് ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കാം. സോ അഗൈൻ പ്രൈസ് നമ്മുടെ ഏഷ്യയുടെ പിഒയിൽ ടാപ്പ് ചെയ്തു. എങ്ങോട്ട് മൂവ് ചെയ്തു? അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. ദെൻ സെക്കൻഡ്ലി നമുക്ക് ഏഷ്യയുടെ 50% അല്ലെങ്കിൽ ഏഷ്യ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് അഗൈൻ എന്ത് കിട്ടി? ഇൻസൈഡ് ഏഷ്യയിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് കിട്ടി. സോ വൺസ് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഞാൻ എന്തെങ്കിലും വീക്ക് പോയിന്റ് കൂടി കണ്ടെത്തും. സോ വീക്ക് പോയിന്റ് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രൈസ് വീക്ക് ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഇൻഫർമേഷൻസ് ആയി ഇതിനകത്ത് എൻട്രി പ്ലാനിങ് ആണ്. സോ ഞാൻ ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്ത സെറ്റപ്പിനകത്ത് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ക്യാൻ യു സീ ദാറ്റ്? ഇവിടെ ഡിമാൻഡ് സോൺ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ട് ഡിമാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്ക്. പ്രൈസ് ഒരു അഗ്രസീവ് ആയുള്ള മൊമെന്റ് ആണ് അപ്സൈഡിലേക്ക് തന്നിരിക്കുന്നത്. ഐ മീൻ ഒരു ഇമ്പൾസീവ് ആയുള്ള മൂവ് തന്നിട്ടുണ്ട്. ദെൻ പ്രൈസ് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഒരു FVG പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഡിമാൻഡ് സോൺ കിട്ടി. ഡിമാൻഡ് സോൺ നമുക്ക് എന്ത് ചെയ്യാം? റെക്ടാംഗിൾ ബോക്സ് യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് സോൺ ആയിട്ട് മാർക്ക് ചെയ്യാം. കറന്റ് അവർ ജസ്റ്റ് ട്രെൻഡ് ലൈൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഡിമാൻഡ് സോൺ കിട്ടി. അവിടെ എനിക്ക് എന്ത് ചെയ്യാം? എൻട്രി പ്ലാൻ ചെയ്യും. രണ്ടാമത്തെ എനിക്ക് ഇവിടെ POI ആയിട്ടുള്ള എന്തുണ്ട്? ക്വാസിമോഡോ ലൈൻ, QML ലൈൻ ഉണ്ട്. പ്ലസ് എനിക്ക് എന്തുകൂടെ ഉണ്ട്? ബ്രേക്ക് ബ്ലോക്കും പ്രൈസ് ക്രിയേറ്റ്. സോ ഈ 2 POIs അല്ലെങ്കിൽ 3 POIs ആണ് ഈ ഒരു മാർക്കറ്റിനകത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എൻട്രി നോക്കണം. സോ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾക്ക് എവിടെയാണ്? ബ്രേക്ക് ബ്ലോക്ക് ആണ്. സോ ഈ ബ്രേക്ക് ബ്ലോക്ക് എന്ന POനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി വി ഹാവ് ആൻ ഇൻഡ്യൂസ്മെന്റ്. പ്രൈസ് ഒരു ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലിക്വിഡിറ്റിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള POI ഏതാണ്? നമ്മുടെ ഡിമാൻഡ് സോൺ ആണ്. അപ്പോൾ അവിടെ വരും ഐ മീൻ ബ്രേക്ക് ബ്ലോക്ക് ആണ്. അപ്പോൾ ആ ബ്രേക്ക് ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാലാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത്. സോ പ്രൈസ് തിരിച്ച് അവിടേക്ക് താഴോട്ട് ഫോളോ ചെയ്തു. എവിടെ ടാപ്പ് ചെയ്തു? ബ്രേക്ക് ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. സോ വൺസ് ബ്രേക്ക് ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? കൺഫർമേഷൻ എടുക്കാം. സോ കൺഫർമേഷൻ ഇവിടെ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് പിക്ക് ചെയ്ത് 50 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ 3 മിനിറ്റിലും 5 മിനിറ്റിലും എന്ത് ചെയ്യാവുന്നതാണ്? നോക്കാവുന്നതാണ്. സോ ഐ തിങ്ക് സഫ്വാൻ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് 3 മിനിറ്റ് കൺഫർമേഷൻ ആണ്. ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ആൻഡ് 3 മിനിറ്റ് കൺഫർമേഷൻ തന്നെയാണ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ബാക്ക് ടു ചാർട്ടിലേക്ക് വന്നു. ഞാൻ ജസ്റ്റ് എന്റെ ചാർട്ട് 3 മിനിറ്റിലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്തു. സോ 3 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ജസ്റ്റ് 3 മിനിറ്റിന്റെ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. സോ പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തു? ഈ കാണുന്ന എന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. സോ ഞാൻ എന്തുകൊണ്ട് അന്ന് ഒരു ട്രേഡ് എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ആക്ച്വലി ഇവിടെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു? പ്രൈസിന്റെ ഹൈ ടൈം ഫ്രെയിം പ്യൂരിൽ ടാപ്പ് ചെയ്തു. സോ വൺസ് ഹൈ ടൈം ഫ്രെയിം പ്യൂരിൽ നമുക്ക് എന്തെങ്കിലും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. സോ ഇവിടെ എന്തെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ട് ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ട്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്ത് ആക്ച്വലി ഈ ഷിഫ്റ്റിന് ശേഷം വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ സഫോൺ എന്താ വെച്ചാൽ ഇത് ഈ ക്യാനിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ക്യാനിൽ അവോയ്ഡ് ചെയ്തിട്ട് ഇതിന് എന്തായാലും കൺസിഡർ ചെയ്തു. ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ അവൻ എന്ത് ചെയ്തു? ഈ കാണുന്ന ഏരിയയിൽ ഡിമാൻഡ്സ് ഉള്ള അവൻ ട്രേഡ് എടുത്തു. ഇങ്ങനെയായിരുന്നു അവൻ എന്ത് ചെയ്തത്? ആ ട്രേഡിന് ആ ഒരു എൻട്രി അവൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എൻട്രി ഹിയർ സെൽ ബിലോ ദ ലോ ഐ മീൻ പ്രൊട്ടക്ടർ ലോ. ടാർജറ്റ് നിങ്ങൾക്ക് അവൻ പൊതുവേ ടാർജറ്റ് വെക്കുന്ന 1:2 അല്ലെങ്കിൽ 1:2.5 3 ഒക്കെയാണ് അവൻ ടാർജറ്റ് വെക്കുന്നത്. സോ ഓൾമോസ്റ്റ് അവന്റെ ടാർജറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ എനിക്ക് കുറച്ചുകൂടി മുകളിലാണ് അവന്റെ എൻട്രി വരുന്നത് തോന്നുന്നു. ബ്രേക്കർ കണക്കാക്കിയിട്ട്. ഓക്കെ. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവൻ ബ്രേക്കർ കണക്കാക്കിയിട്ടാണ് എൻട്രി വെച്ചിരുന്നത്. ഏർലി എക്സിറ്റ് ആയിരുന്നു ആ ട്രേഡ് ആക്ച്വലി. ഓക്കെ. സോ ബ്രേക്കർ ഹിയർ സെൽ ബിലോ ദ പ്രൊട്ടക്ടർ ലോ. ടാർജറ്റ് 1:3 ആണ് അവൻ പേഴ്സണലി അവൻ വെക്കാറ്. സോ 1:3. ഓക്കെ. സോ പക്ഷേ ഈ കംപ്ലീറ്റ് ടേക്ക് പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു 0.7% പെർ ട്രേഡാണ് അവൻ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരൊറ്റ സിംഗിൾ ട്രേഡിനകത്താണ് 0.7% റിസ്ക് ചെയ്തിട്ട് അവൻ എന്ത് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ ഒരു ഫണ്ടഡ് അക്കൗണ്ടും ആക്ച്വലി സിംഗിൾ ട്രേഡിലല്ല വേറെയും ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. അതിലെ ലാസ്റ്റ് ട്രേഡ് ഇതായിരുന്നു. 0.7% എടുത്തിട്ട് അവൻ ആക്ച്വലി കോൺടാക്റ്റിന്റെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതായിരുന്നു ഈറോ യുഎസിനകത്തുള്ള എൻട്രി എന്ന് പറഞ്ഞത്. പക്ഷേ പേഴ്സണലി ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായില്ല. ഞാൻ വെയിറ്റ് ചെയ്തത് ആക്ച്വലി എവിടെയായിരുന്നു? ഈ ഒരു ബ്രേക്ക് ഔട്ട് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ഔട്ട് ബോഡി ക്ലോഷർ കാര്യങ്ങളൊക്കെ കിട്ടണം.
പക്ഷെ അവൻ അവന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊരു ആക്ച്വലി ഒരു എൻട്രി മിസ് ആവാണ് ചെയ്തത്. സോ ഇതാണ് ഫസ്റ്റത്തെ യൂറോ യുഎസിനകത്തുള്ള ട്രേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂറോ ജെപിവൈനകത്താണ്. അല്ലെങ്കിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂറോ ജെപിവൈന്റെ ബ്രേക്ക് ഡൗൺ ആണ്. സോ യൂറോ ജെപിവൈന്റെ ചാർട്ട്സ് ഞാൻ ഓൾറെഡി ഡിസ്കോഡിനകത്ത് എങ്ങനെ സംഭവിച്ചത് ഞാൻ കാണിച്ചു തന്നു. M30 ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത ശേഷം പ്രൈസ് ഒരു ഇമ്പൾസീവ് ആർ മൂവ് അപ്പ് സൈഡിലേക്ക് തന്നിട്ടുണ്ട്. ഐ മീൻ ഒരു ബ്രേക്ക് ഓഫ് തന്നിട്ടുണ്ട്. പ്ലസ് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ പ്രൈസ് എന്ത് ചെയ്തു, അതിന്റെയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട്. സോ തിരിച്ച് പ്രൈസ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ബൈ പോസിബിലിറ്റി ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ബ്രേക്ക് ബ്ലോക്കിലായിരുന്നു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ M30 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് M5നകത്തോ അതുപോലെ തന്നെ M3നകത്തോ നിങ്ങൾക്ക് എന്ത് നോക്കാം, കൺഫർമേഷന് വേണ്ടി നോക്കാം. ഞങ്ങൾ അന്ന് കൺഫർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, ഐ തിങ്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, ജസ്റ്റ് എ സെക്കൻഡ്, ഓർമ്മയില്ല. ഐ തിങ്ക് യൂറോ GPY M3യിലാണ് കൺഫർമേഷൻ. എനിക്ക് കുറച്ച് റിഫൈൻഡ് ആയുള്ള ചാർട്ട് M5 കിട്ടും തോന്നുന്നു. ഓക്കെ, സോ M3യിലാണ് നോക്കിയത്. സോ ഈ ഏരിയയിൽ വന്ന് കഴിഞ്ഞ ശേഷം, ഓക്കെ, നിങ്ങളുടെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ വന്ന് ടാപ്പിന് ശേഷം ഇവിടുന്ന് ഒരു ബൈ മോഡലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ടു ബി ഫ്രാങ്ക് ഈ സെറ്റപ്പ് ഭയങ്കര ഷോ ആണ്. ഞങ്ങൾ അന്ന് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ എടുത്ത ട്രേഡ്. കിട്ടിയാ കിട്ടി, വളരെ ഒരു റിസ്ക് പെർസെന്റേജ് ഒക്കെ കുറച്ചിട്ട് ആണ് ഈ ട്രേഡ് എടുത്തത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് എത്ര റിസ്ക് സെറ്റപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് എ ബി സി എന്ന കാറ്റഗറി കൊണ്ടുവരാം. സോ എ സെറ്റപ്പിനകത്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള തോന്നുന്ന സെറ്റപ്പ് കൊണ്ടുവരാം. അതിനകത്ത് 1% റിസ്ക് നിങ്ങൾക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 0.5% നിങ്ങൾക്ക് ഒരു ബി കാറ്റഗറിയും അതിനേക്കാളും താഴെ നമുക്ക് സി പ്ലസ് സെറ്റപ്പ് ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ ഒരു എങ്ങനെ നിങ്ങളെ സെറ്റപ്പിനെ കാറ്റഗറൈസേഷൻ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് നിങ്ങളൊരു ബെസ്റ്റ് സെറ്റപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ താല്പര്യം ജസ്റ്റ് കമന്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി. ഒരുപാടൊന്നും കമന്റ്സ് വരാറില്ല, അത് വേറെ കാര്യം. എനിവേയ്സ് നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് പറയാൻ നോക്കാം മാക്സിമം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ബാക്ക് ടു വീഡിയോ. ഇതായിരുന്നു യൂറോ ജെപിവൈ സെറ്റപ്പ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇവിടെ വന്ന് ഐ മീൻ ലോവർ ടൈം ഫ്രെയിം പ്രൈസ് അവിടെ വന്നതിന് ശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുവാണെങ്കിൽ ബൈ ചെയ്യാന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ M30 പ്രൈസ് അവിടെ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, എൻ്റെ എൻട്രി ടൈം ഫ്രെയിമിലേക്ക് പോകണം. സോ ഞാൻ ഇവിടെ എൻട്രി എടുത്തിരിക്കുന്നത് 3 മിനിറ്റിലേക്കാണ്. ചാർട്ട് ജസ്റ്റ് 3 മിനിറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ചെയ്യുന്നുണ്ട്. ദെൻ 3 മിനിറ്റിലേക്ക് വന്നതിന് ശേഷം ഹിയർ, ഐ മീൻ ഹിയർ, ഓക്കെ. സോ 3 മിനിറ്റിലേക്ക് ഇതാണ് നമ്മുടെ POI എന്ന് പറഞ്ഞ ബ്രേക്കപ്പ് ബ്ലോക്ക് എന്നാണ്. പ്രൈസ് അവിടെ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, എൻ്റെ M30ന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. ലിക്വിഡിറ്റി 100 വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. എനിക്ക് എന്ത് കിട്ടി മാർക്കറ്റിനകത്ത്, ഒരു സ്ട്രോങ് ക്യാം കിട്ടി. ഐ മീൻ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, സ്ട്രോങ് ക്യാം കിട്ടി. ഈ സ്ട്രോങ് ക്യാം കിട്ടുന്നതിനും പ്രൈസ് ഒത്തിരി ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഇത് മുകളിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ചാർട്ടിനെ കുറച്ചുകൂടി റിഫൈൻഡ് ആക്കാനും വേണ്ടി ഞാൻ M5 ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺഫർമേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ M5ലേക്ക് വന്നു. M5 വന്നപ്പോൾ ചാർട്ട് കുറച്ചുകൂടി ക്ലീൻഡ് ആയി. നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാം നമുക്ക് എന്തുണ്ട്, ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി പ്രൈസ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നുള്ളതായിരുന്നു. ശരി, ഞാൻ എന്റെ എൻട്രി കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു. ആൻഡ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം ഇവിടെ എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഫ്ലിപ്പ് സോൺ നോക്കാം, അല്ലെങ്കിൽ എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കർ ആയിരുന്നു. പക്ഷെ ഞാൻ ഫ്ലിപ്പ് സോണിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇവിടെ വലിയൊരു SL ഞാൻ റിസ്ക് ചെയ്യേണ്ടി വരും അല്ലേ. എൻ്റെ എൻട്രി ഹിയർ, SL ബിലോ ദ പ്രൊട്ടക്ടർ ലോ, ആൻഡ് ടാർജറ്റ് എവിടെ വെക്കണം, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇതാണ് എൻ്റെ ടാർജറ്റ് വെക്കേണ്ടത്. ഇറ്റ്സ് അറൌണ്ട് 3.25 ആർ, 3 RR എടുത്താലും മതി. പക്ഷെ ഇത്രയും വലിയ റിസ്ക് നിങ്ങൾ നോക്ക്, 11 പിപ്സിന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ട്രേഡിനകത്ത് ഞാൻ റിസ്ക് ചെയ്യുന്നുണ്ട്. സോ പേഴ്സണലി 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 11 പിപ്സ് ഒന്നും ഞാൻ എന്തായാലും ഇത്രയും വലിയ റിസ്ക് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ആ റിസ്കിനെ കുറച്ചും കൂടി കുറച്ചിട്ട് ഞാൻ സെറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ബ്രേക്കപ്പ് ബ്ലോക്കിലായിരുന്നു ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. SL സെയിം ഏരിയ ആണ്, ബിലോ ദ പ്രൊട്ടക്ടറിലോ. ടാർജറ്റ് 1 റിസ്ക് വളരെ റിസ്ക് ആയ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ 1:3 ആണ് എന്തെങ്കിലും ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ പ്രൈസ് ഈ കാണുന്ന ഫ്ലിപ്പ് സോണിൽ ടാപ്പ് ചെയ്ത് മുകളിലോട്ടൊരു അഗ്രസീവ് മൊമെന്റം തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി റിസ്ക് ആണല്ലോ സെറ്റപ്പ്. ഞാൻ പിന്നെ എന്ത് ചെയ്തില്ല, ട്രേഡ് നോക്കിയില്ല. ഞാൻ എൻ്റെ പ്ലാന് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. പക്ഷെ സെയിം ട്രേഡിനകത്ത് സഫാന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ നല്ല അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. പിന്നെ ഓരോ ട്രേഡിംഗ് നാച്ചുറൽ അല്ലേ. അവൻ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കമ്മ്യൂണിറ്റിനകത്ത് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. അവനത് എനിക്ക് തോന്നുന്നു എടുത്തിട്ടില്ല തോന്നും. അവനും എന്റെ കൂടെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനത് ക്യാൻസൽ ചെയ്തിട്ടില്ല. അവനും ക്യാൻസൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ക്യാൻസൽ ചെയ്തത്. പക്ഷേ ആഹ്
എന്താക്കി, പിന്നെ യൂറോ ജെപിഒയ്‌നകത്ത് റീ എൻട്രി അവൻ ചെയ്തിട്ടില്ല. എനിക്ക് ജിബിപി ജെപിഒയ്‌നകത്ത് റീ എൻട്രി ചെയ്തിട്ടുണ്ട്. ബട്ട് തിരിച്ച് പ്രൈസ് എന്ത് ചെയ്തു? അവിടേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ബ്രേക്കപ്പ് ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഈവൻ ഉള്ള സ്പേസ് പോലും തന്നിട്ടുണ്ട് പ്രൈസ്. പക്ഷേ തിരിച്ച് പ്രൈസ് താഴോട്ട് വന്നു. ബ്രേക്ക് ഈവൻ ടാപ്പ് ചെയ്തു. യാഹ് ബാഡ് ലക്ക്. ആ ഒരു എൻട്രി ഇനിയിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ട്രേഡ് എന്തായിരുന്നു ബ്രേക്ക് ഈവൻ ആവാമായിരുന്നു. കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ട്രേഡ് ചെയ്യുന്നതിന്റെ മുന്നേ എന്ത് ചെയ്തു? എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് യൂറോ ജെപിഒയ്‌നകത്തെ സെറ്റപ്പ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ മോശമായിരുന്നു മാർക്കറ്റ്. പക്ഷേ ഞാനൊരു ഇങ്ങനെ സിനാരിയോസ് എല്ലാം മാർക്കറ്റിന് സംഭവിക്കാം. അതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. സോ ഇത്ര ഉണ്ടായിരുന്നു യൂറോ ജെപിഒയ്‌നകത്ത്. നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് ജിബിപി ജെപിഒയ്‌ന്റെ സെറ്റപ്പ് നോക്കാം. ജിബിപി ജെപിഒയ് എന്തുകൊണ്ട് എൻട്രി എടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും അത്യാവശ്യം നല്ല റിസ്ക് ആയുള്ള സെറ്റപ്പാണ്. ഇപ്പം നമ്മുടെ ട്രേഡിംഗ് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ എന്റെ ട്രേഡിംഗ് സൈക്കോളജി ആയിട്ട് മാച്ച് ആവാത്തൊരു സെറ്റപ്പാണ് ജിബിപി ജെപിഒയ്‌നകത്ത് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കുന്ന പോലെ തന്നെ ഇവിടെ പ്രൈസ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഒരു സ്ട്രോങ് ക്യൂം എനിക്ക് മാർക്കിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് എനിക്ക് എന്തിവിടെ ഉണ്ടായിരുന്നു? ഏഷ്യ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഏഷ്യന്റെ ലോ എന്തായിരുന്നു? ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഏഷ്യന്റെ ലോ 530 എവിടെ വരുന്നത്? ചേസ് ഹിയർ. ഓക്കെ. സോ 530 ഹിയർ. ദെൻ 1130 സംവെയർ അറൗണ്ട് ഹിയർ. ഓക്കെ. സോ ഏഷ്യന്റെ ലോ എന്തായിരുന്നു? പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. സോ ഒരു ഒരു എന്താ പറയാ, ബേസ്ഡ് ഓൺ ഏഷ്യ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ട്രൈ ചെയ്യാന്നുള്ള. ഇവിടെയും ലിക്വിഡിറ്റി ഹണ്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. സോ വൺസ് എനിക്ക് ഏഷ്യന്റെ ലോ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് ആണ്. തിരിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തായാലും ഇതിനുള്ള എന്തോ നോക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഏരിയനെ പവർഫുൾ ആക്കാൻ വേണ്ടി വി ഹാവ് ഡബിൾ ബോട്ടം ഓ റിലേറ്റീവ് ഈക്വലോ പോലെ ലിക്വിഡിറ്റിയും പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ടൈം ഫ്രെയിം പിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ എന്ത് കിട്ടണം? ഒരു കൺഫർമേഷൻ കിട്ടണം. സോ അങ്ങനെ കൺഫർമേഷന് വേണ്ടി ഇവിടെ യൂസ് ചെയ്ത ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ M3 ആണ്. ആൻഡ് ഈ സെറ്റപ്പ് ഫെയിൽ ആവാനുള്ള റീസൺ എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, M3 ആണ് നമുക്കിവിടെ വെച്ചാൽ നമുക്ക് M15ന്റെ അത്ര പോലും മീൻസ് യൂറോ ജെപിന്റെ അത്ര പോലും ഒരു പ്രോബിലിറ്റി ഇല്ലാത്ത സെറ്റപ്പാണ്. സോ എന്തുകൊണ്ടെന്ന് ഞാൻ ഇതിന്റെ അവസാനം പറഞ്ഞുതരാം. സോ കൺഫർമേഷന് വേണ്ടി M3 ആണ് എടുത്തിരിക്കുന്നത്. സോ M3 ചാർട്ടിലേക്ക് ജസ്റ്റ് പോവാം. സോ വൺസ് M3യിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലിക്വിഡിറ്റി ഹണ്ട് തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ട്രോങ് ക്യൂം പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രോങ് ക്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഡിമാൻഡ് സോണിലാണ്. ഐ മീൻ ഈ കാണുന്ന ഒരു പിഒയിലാണ് എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാന്നൊക്കെയാണ് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് M3ന്റെ ബേസിലുള്ള ഒരു ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു വാലിഡ് ഉണ്ടോ? വാലിഡ് അല്ലെങ്കിൽ ഇത് നല്ലൊരു തിങ്കിങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോട്ട്. എന്നുവെച്ചാല് M3നേക്കാളും എത്രയൊക്കെയോ പവർഫുൾ ആണ് എന്ത് പറയുന്നത്? M50 എന്ന് പറയുന്നത്. അല്ലേ? പക്ഷേ എനിക്കെന്തോ ആ സമയത്ത് ഈ ട്രേഡ് എടുക്കണ്ടാന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ഒരു സെൽ വോളിയം ഇവിടെ സ്റ്റിൽ പെൻഡിങ് ആണ്. ആൻഡ് ഞാൻ ഈ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുള്ള റിയാക്ഷൻ കണ്ട് ഇതുപോലെ സ്ട്രോങ് സെൽ കാൻഡിൽ കണ്ടപ്പോൾ ഞാൻ ആ ട്രേഡ് എന്ത് ചെയ്യാ ചെയ്തത്? മാനുവൽ ആയിട്ട് യൂറോ ജെപിപൈന്റെ പോലെ തന്നെ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. ഓക്കെ. പക്ഷേ സഫ്വാൻ അന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ട്രേഡ് അവന് ലോസിലാണ് അവൻ ക്ലോസ് ചെയ്തത്. ട്രേഡ് ലോസായി. എന്താ പറയാ, പ്രൈസ് തിരിച്ച് പിഒയിലേക്ക് അവൻ ആക്ച്വലി ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഫസ്റ്റ് എൻട്രി ഞങ്ങൾ പ്ലാൻ ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഐ മീൻ സെക്കൻഡ് എൻട്രി അവൻ ഇവിടെ എടുത്തു. റിസ്ക് കുറച്ചിട്ടാണ് എടുത്തത്. ചെറിയൊരു മൊമെന്റം തന്നു. തിരിച്ച് പ്രൈസ് എന്ത് ചെയ്തു? നല്ല സ്ട്രോങ് ആയിട്ട് ഷോർട്ട് ചെയ്ത് താഴോട്ട് പോയി. ഈ ഒരു ട്രേഡും ഇവിടെ ആക്ച്വലി ഫെയിൽ ആവാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഏർലി എക്സിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ലോസോ കാര്യങ്ങളൊന്നും ഐ മീൻ അവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ. ഞാൻ ജസ്റ്റ് ഏർലി ആയിട്ട് എക്സിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ട്രേഡും ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഓക്കെ. പിന്നെ ഞാൻ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാഡ് ലക്ക് അവനത് എസ്എൽ അടിച്ചു. പക്ഷേ ബാക്കിയുള്ള യൂറോയേഴ്സിനകത്ത് അത് മേക്കപ്പ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ട്രേഡ് എന്തുകൊണ്ട് എസ്എൽ അടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് H1ലേക്ക് പോയി കഴിഞ്ഞാൽ H1ന്റെ ബേസിലുള്ള ഒരു സപ്ലൈ സോണിൽ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് താഴോട്ട് വരുന്നത്. ഈ സപ്ലൈ സോൺ അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു കാൻഡിലോട് കൂടിയാണ് പ്രൈസ് റിജക്ട് ചെയ്തതും. സോ ഇത് നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ മാർക്കറ്റിനകത്ത് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻട്രി മിസ്സായി. ഈ ഒരു സെറ്റപ്പ് ഒന്നും അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഇതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞ ഷിഫ്റ്റ് എൽടിഎഫ് നമ്മൾ അനലൈസ് ചെയ്യണമെന്നുള്ളതും ഈച്ച് ടൈം ഫ്രെയിം എല്ലാ ദിവസവും ഡെയിലിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതും എല്ലാ വീക്കിന്റെ ക്യാനിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതും ഈച്ച് ഡേ ഡെയിലി ടു ഡെയിലി H4, H1, M30, M50 ഈ റേഞ്ചിലാണ് നമ്മൾ വരേണ്ടതൊക്കെ ഇതുകൊണ്ടാണ് പറയുന്നത്.
പക്ഷെ അന്ന് ഇത്രയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ അന്ന് ട്രേഡ് ചെയ്യാൻ ഒരു മൂഡില്ലായിരുന്നു. യാഹ് നമ്മള് എപ്പോഴും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലോ മാർക്കറ്റ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് എസ്എൽ അടിച്ചില്ല. അവന് കിട്ടി. അവൻ പക്ഷെ നല്ലത് മേക്കപ്പ് ചെയ്ത് ചെറിയ റിസ്ക് പേഴ്സണാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. സോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺസ് ഐ മീൻ ട്രേഡ് എടുത്ത കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. ഈ ഒരു 3 ട്രേഡിന്റെയും ബ്രേക്ക് ഡൗൺസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റുഡന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ട്രേഡിംഗ് പഠിക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയൊക്കെ താല്പര്യം ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ജസ്റ്റ് അവർക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ചിൻ്റെ അവിടെ എലമെന്റൽ ട്രേഡിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മെന്റർഷിപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ റെക്കോർഡ് സെഷൻസും പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ്ങും എല്ലാം അവൈലബിൾ ആണ്. റെക്കോർഡ് സെഷൻസ് ഓഫ് കോഴ്സ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. പ്ലസ് എല്ലാം എവരിത്തിങ് റെക്കോർഡഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാവുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ പറയാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ ഒരു മെന്ററുടെ സപ്പോർട്ട് വേണം. എന്നാലും ഒരു ഫാമിലിയുടെ ഒരു ഭാഗമായി നിൽക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ ഒരു കാര്യം നോക്കിയാൽ മതി. സോ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. നമ്മൾ തേഴ്സ്ഡേ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഫ്രൈഡേ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓഡിയോസ്ട്രീനകത്താണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഏർലി എക്സിറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. M30ന്റെ ബേസിലായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല മൊമെന്റാ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈവനിംഗ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡ് ഞാൻ എടുക്കാനില്ല. ഞാൻ ക്ലോസ് ചെയ്തു. പക്ഷെ അതിനുശേഷം നല്ല പോക്കാ പോയത്. എന്തായാലും ഇതിന്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളൊക്കെ ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ. സോ ഇത്രയേ ഉള്ളൂ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. നിങ്ങളെല്ലാവരും നല്ലതുപോലെ നോക്കി ട്രേഡ് ചെയ്യാം. കറക്റ്റായിട്ട് മണി മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. മണി മാനേജ്മെന്റ് ആണ് എവരിത്തിങ്. സ്ട്രാറ്റജി ജസ്റ്റ് 30% ഓഫ് ട്രേഡിംഗ് മാത്രമാണ്. ഓക്കെ. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. കറക്റ്റായിട്ട് മണി മാനേജ്മെന്റ് നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. മണി മാനേജ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്നെക്കൊണ്ട് പറ്റുന്നില്ല എല്ലാ ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. സോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം. ഒരു ഇതും വേണ്ട. അഗെയിൻ ഞാൻ പറയുവാണ് നിങ്ങൾക്ക് $3000 $5000 ഫണ്ടഡ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റിനകത്ത് ഒത്തിരി ഗ്ലിച്ച് എഫക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. $5000 അക്കൗണ്ട് വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണ്. വെറുതെ കിട്ടുമല്ലേ. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ട്രേഡിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.